ഹായ്, എൻ്റെ പേര് ജ്യോതികാലക്ഷ്മി. ഞാനിവിടെ സൈലം CMA ഇൻ്റർ ഫസ്റ്റ് ഗ്രൂപ്പിലെ സ്റ്റുഡൻ്റാണ്. ഞാനൊരു റിപ്പീറ്ററാണ്. ഇവിടെ CMA ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷമായി. ഞാൻ വേറൊരു കോളേജിലായിരുന്നു ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സൈലത്തിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ അവരുടെ ക്ലാസ്സൊക്കെ ഭയങ്കര ക്വാളിറ്റിയുള്ള ക്ലാസ്സാണ്. നമ്മളിപ്പോൾ കുറേ ക്ലാസ്സൊക്കെ ഇരുന്നുള്ള പരിചയത്തോണ്ട് പറയുമ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ നമുക്ക് കൺസെപ്റ്റൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ആ എക്സാമിന് വരുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം, കുറേ പ്രോബ്ലംസ് അവർ ചെയ്യിപ്പിക്കും. ആ പ്രോബ്ലംസ് അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെൻറ്റർഷിപ്പ്, പിന്നെ ഫാക്കൽറ്റീസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 1 hour ഒക്കെ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ചോദിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കുറച്ച് ടഫായിട്ട് വരുന്നത് ടാക്സ് ആയിരിക്കും. കാരണം ടാക്സൊക്കെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഞാനിപ്പോൾ ഒരു +2 കഴിഞ്ഞ് വന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവിടുത്തെ സൈലത്തിൽ ടാക്സ് എടുക്കുന്നത് ഡയറക്റ്റ് ടാക്സ് എടുക്കുന്നത് ഷബീർ അലി സാറും ഇൻഡയറക്റ്റ് എടുക്കുന്നത് ദിനേശ് സാറാണ്. ഷബീർ അലി സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി പറയാനായിട്ടൊന്നുമില്ല. കാരണം അത്ര ഹൈ ക്വാളിറ്റി ക്ലാസ്സാണ്. നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് തരും. ഒക്കെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്കെല്ലാം നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നമ്മൾ വെൽ പ്രിപ്പയർ ആയിരിക്കും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ആ ചാപ്റ്ററിനെ പറ്റിയുള്ള എല്ലാ കൺസെപ്റ്റും നമുക്ക് കാണാപ്പാടായിട്ട് സാറ് പറഞ്ഞുതരും. പിന്നെ ഉള്ളത് ദിനേശ് സാറാണ്. സാറായാലും സാറിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ PDF നോക്കിയാൽ മതി. അത് ചെറിയ ചെറിയ നോട്ട്സായിട്ട് സാറ് തരും. ആ PDF ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ കോൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ ഒരിക്കലും മറക്കില്ല. അവരെന്നും ഓരോ പോർഷൻസ് പിറ്റേ ദിവസം വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മളെന്നും പഠിച്ചിട്ട് നമ്മൾ വരും. നമ്മൾ ഒരിക്കലും ഉഴപ്പാനായിട്ട് സൈലത്തിലേക്ക് വരില്ല. പിന്നെ അവിടെ ഓരോ പോർഷൻസ് കഴിയുമ്പോൾ ഡെയിലി എക്സാംസ് ഉണ്ടാവും. നമുക്ക് ആ പോർഷൻ നമുക്ക് എന്തോരം മനസ്സിലായെന്നുള്ളത് ഇവർക്ക് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇവർ നമ്മളെപ്പോഴും എക്സാംസ് കണ്ടക്ട് ചെയ്യും. ആ എക്സാമിൽ നമുക്കറിയാം നമ്മൾ എത്രത്തോളം ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ പോർഷനിൽ നമ്മൾ എത്രത്തോളം നമുക്കത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കതിൽ മാർക്ക് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് തരും. ഒരു മെൻറ്റർ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ആ മെൻറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെയും എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം. അതേപോലെ തന്നെ ഒരു കോർഡിനേറ്റർ ഉണ്ട്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ആ കോർഡിനേറ്റർ വഴി ആയിട്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ഇവിടെ വന്നിട്ട് പറയാനുണ്ടോയെന്ന് വെച്ചാൽ നെഗറ്റീവ്സ് ഒന്നുമില്ല. കാരണം ഒക്കെ പോസിറ്റീവ്സാണ്. നമുക്ക് ഒരു CMA ജേർണി നമുക്ക് എന്തായാലും ഇവിടെ വന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. താങ്ക് യു സൈലം.